നമ്മളിപ്പോൾ നിൽക്കുന്നത് സലാമാക്കാൻ്റെ വീട്ടിലെ അബ്ദുസലാം കാക്ക മേക്കോണത്ത് സലാം കാക്കാൻ്റെ വീട്ടിലാണ്. സലാം കാക്കാൻ്റെ വീട് വാണിയന്നൂർ മായിനങ്ങാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ സലാം കാക്കാൻ്റെ കോഴിക്കൂട്ടിലാണ് ആൾ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഇന്നെ വിളിച്ച സമയത്ത് എന്താണെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ആരായിരുന്നു? കൊച്ചോണ അത് നമ്മളന്നത്തെ ക്യാമറമാൻ കൊച്ചുകാക്കയാണ്. പിന്നെ കല്യാണം കഴിക്കണം. അപ്പോൾ കുഴപ്പമില്ല, 4 കുട്ടികളുണ്ട്. അപ്പോൾ നോക്കണില്ല. പിന്നെ അപ്പോൾ കൊച്ചുകാക്ക എന്നോട് പറഞ്ഞത് ചേരയാണോ എന്നൊരു സംശയം ഉണ്ട് അല്ലേ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ചേരാണെങ്കിൽ നിങ്ങളങ്ങോട്ട് ഒഴിവാക്കിക്കാളി, നിങ്ങൾ അതിനൊന്ന് ഇക്കിളിയാക്കി വിട്ടാളിന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നിട്ടേ കൺഫേം ആക്കുള്ളൂ എന്ന് പറഞ്ഞ് വന്ന പാട് ഇവിടെ കുറച്ച് മുതലാളിമാരുണ്ട് പാമ്പിൻ്റെ. ശരിക്കും മുതലാളിയോടെ ശരിക്കും മുതലാളിയായിട്ട് പോയി. വെറുതെ കളറൊന്നല്ലായിരുന്നു. അപ്പോൾ ഒരാൾക്കുള്ള വെള്ളം അല്ല നമുക്ക് കൂടെ. പിന്നെ അപ്പോൾ ഇതാണ് നമ്മളെ പാമ്പിന്റെ മുതലാളി. അപ്പോൾ ഇറങ്ങിക്കോട്ടെ, ചെറിയ നേരം ഉറങ്ങിയില്ലേ? നല്ല വെളിച്ചത്ത് സാന്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വിളിച്ചത് ഇപ്പോഴാണെന്നുള്ളൂ. ഏകദേശം വൈകുന്നേരമായില്ല. അപ്പോൾ കൊച്ചു വരാൻ നിന്നതായിരുന്നു. കൊച്ചാണ് ഇതിന്റെ പ്രൊപ്പറേറ്റർ. പിന്നെ അപ്പോൾ എന്തെന്നാലും ഇവിടെ വന്നിറങ്ങിയ പാട് കൊച്ചുകാക്ക പറഞ്ഞത്, കൊച്ചുകാക്കല്ല കൂടെ വേറെ സലാമാക്കല്ലല്ലോ, വേറെ ആരായിരുന്നു പറഞ്ഞിരുന്നു 80%. ഇന്നൊരു പേര് അതും അബ്ദുസലാം എന്താ പറയാ, അവര് ഇങ്ങനെ കൂട്ടായ്മയാണ്, സലാം കൂട്ടായ്മ. പിന്നെ അപ്പോൾ സലാംകാർക്ക് 80% ചേരയാണ്, ബാക്കി 20 ഞാനാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനതൊന്ന് നോക്കിയപ്പോഴാണ് ചേരയാണോ അതോ എന്താ പറയുക മൂർഖനാണോ അല്ലെ രാജവമ്പാലൊക്കെ ആണോ നോക്കിയപ്പോൾ അസലൊരു മൂർഖൻ തന്നെയാണ്. പിന്നെ വേറെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചേരയാണെന്ന് വിചാരിച്ചിട്ട് തുറന്നൊക്കെ നോക്കിയെന്ന് തോന്നുന്നു അല്ലേ? തുറന്നു നോക്കിയില്ലേ? ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം എല്ലാ പാമ്പും എന്താവില്ല, സൈലൻ്റ് ആവില്ല, അഗ്രസീവായ പാമ്പുണ്ടാവും. അപ്പം നമ്മൾ ചെല്ലണ സമയത്ത് തന്നെ ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങോട്ട് ചാടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഓരോ എന്താ പറയുക നമുക്ക് അപ്പം തോന്നുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ഒരിക്കലും ഒന്നും പിന്നെ കുട്ടികളൊക്കെ തുറന്ന് എന്ത് സംബന്ധിച്ചാലേ തുറന്ന് മൂപ്പർ അങ്ങനെ പാടത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. വീട്ടിൻ്റെ സൈഡിലേക്ക് പൊത്തിലേക്ക് വിറകേരൊക്കെ കയറിയാൽ പിന്നെ തീർന്ന് കാര്യം. ചിലപ്പോൾ വിറകേരയിൽ പൊത്ത് അങ്ങോട്ടും കൊണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടൂല്ല. ഇപ്പോൾ അത് ഒന്ന് കിട്ടാതെ വരികയാണ്, പോയിട്ട് ഒന്ന് കിട്ടാതെ വരികയാണ്. വിറകേരയിൽ തെരഞ്ഞിട്ട് കിട്ടിയില്ല. അതവിടെ മറ്റേ എന്താ പറയുക ഈ മൂലക്കൽ ഭാഗത്തായിരുന്നു. അപ്പോൾ ഇതിനെ കിട്ടിയില്ല. അപ്പോൾ എന്താ നമ്മൾ ഇന്നത്തെ റെസ്ക്യൂ ഇവിടെ തുടങ്ങിയാണ്. കുറേ മുട്ടകളൊക്കെ ഉണ്ട് കേട്ടോ, ചെറുത് 10-ായി 5-ായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണൊക്കെ ഉണ്ട്, അപ്പാച്ചി കട്ടൊക്കെ കെട്ടിയിട്ട്. പിന്നെ നമ്മളെ പാമ്പ് കൊടുത്തം കാണാനും പഠിക്കാനും വേണ്ടി കുറച്ച് പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ട്. താത്താരാണ്. ഇനി ചിലപ്പോൾ നമ്മളെ ജോലി അവർക്ക് കൈമാറേണ്ടി വരും. അപ്പോൾ അവർ നോക്കിന്ന് പഠിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങിയല്ല നമ്മൾ ഇതാണ് നമ്മളെ ഹെൽപ്പർമാരുണ്ട് കേട്ടോ, പാമ്പിൻ്റെ വാലും തലയൊക്കെ പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ പിടിക്കൂല. എന്താ വല എന്താണ് വല? അത് ടീമിന്റെ പേരെന്താണ്? വല എന്ന് പറഞ്ഞ ടീമാണ്. എന്താണ് നിങ്ങളെ എന്താണ് പ്രത്യേകത എന്ന് പറയും? കോഴികളല്ല നല്ല കുട്ടികളാട്ടോ. കാരണം നല്ല എന്താ പറയാ നമ്മൾ വരുമ്പോ തന്നെ വഴിയിൽ അമ്പട വന്നിട്ട് സ്വീകരിച്ച ആൾക്കാരാണ്. അപ്പം എന്താ പറയുക അപ്പം തന്നെ നമുക്ക് അവരെ മനസ്സൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ആർക്കും ഒരു ആപത്ത് വരാത്ത രീതിയിൽ ഇത്രയും നേരം ഉണ്ടായിട്ടുണ്ട്. ഇനിയും ആർക്കും പാമ്പിനോ എനിക്കോ ആർക്കും ഒരു ആപത്ത് വരാത്ത രീതിയിൽ നമുക്ക് ആളെ റെസ്ക്യൂ ചെയ്യാം. അപ്പോൾ കൊച്ചുകാക്ക നമ്മളന്നത്തെ ക്യാമറമാൻ കൊച്ചുകാക്കയാണ്. കൊച്ചുകാക്ക എവിടെ? കൊച്ചു പോയാ? കൊച്ചു സ്ഥലം കളിയാക്കിയ. അപ്പോൾ നമ്മൾ 80% വരുന്നുണ്ട്. ചേരക്കാക്ക കൊച്ചുകാക്ക തുടങ്ങല്ലേ? എവിടെ അവനോട് പറഞ്ഞ നിങ്ങളെ കയ്യിലും ഇല്ലേ? ഓക്കെ. അപ്പോൾ ഒരു ആയുധമായി നടക്കൂല ഞങ്ങൾ തിരിച്ചിട്ട്. അത് പോരാ, നമുക്ക് പിടുത്തം വേണ്ട. അപ്പൊ നമ്മളെ വണ്ടി കണ്ടില്ലേ, ബോക്സർ. അപ്പോൾ ഇത് ഇനി തിരൂരിന്ന് കാണുമ്പോ ഇവങ്ങനെ ചാരി നിന്ന് ഫോൺ ചെയ്യാനൊന്നും നിൽക്കരുത് കേട്ടോ. പോണതിന്റെ ഇടയിൽ അപ്പോ ഇങ്ങനെ നന്നായിട്ട് ശ്രദ്ധിച്ചോളി. ഇറങ്ങിയല്ലോ നമ്മള്. അവിടെ നയിക്കാം എന്നാ മുന്നിയ അവിടെ തുറന്നു. ഡിപ്പാർട്ട്മെന്റിനാണ് കൊടുക്കുന്നത്.
നിലമ്പൂർ അവർ നിലമ്പൂർ ഉൾക്കാട്ടി കൊണ്ടുപോയിട്ട് ഒഴിവാക്കും കേട്ടോ. അങ്ങനെ കൊല്ലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഒന്നാമത് ലൈസൻസ് ഇല്ലാതെ പാമ്പിനെ പിടിക്കാൻ പാടില്ല, നിയമവിരുദ്ധ. അതായത് കേസ് എടുക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ പാമ്പ് എന്താണെന്ന് അറിയാതെ പാമ്പിനായിട്ട് കളിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ അഥവാ ഇനി അറിയില്ല എന്നുള്ള ഒരു ഫോട്ടോ അടിച്ച് വിട്ടോളി. നമ്മൾ വല്ല ചേര അല്ലെങ്കിൽ വിഷമില്ലാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കിയാൽ മതിയല്ലോ കേട്ടോ. അപ്പോൾ നോക്കല്ലോ നമ്മൾ അങ്ങനെ വേറെ പോരി ആ മൂട്ടാളെ പിടിച്ചോളിട്ടാ ചെറുതൊക്കെ ഞാൻ വീഴല്ലേ കക്കൂസ് ഉണ്ടാക്കിയാണ്. നല്ല രസമുണ്ട്. ഒരു കുട്ടി എന്നാ തൊടൂല വീട്ടുണ്ടാക്കി എല്ലോ ഇവ കൂടെ കയറിപ്പോയി. ഇതിനെ പൂട്ടി വെക്കാം. ഞതവാരം ഒന്ന് ചാറണ്ടായി. പിന്നെ ഒരു കല്ല് വരും, കല്ല് കുറച്ച് കുറച്ച് വരും. അത് പോരാ, അതൊന്നപ്പോ എരിഞ്ഞല്ല. പൈപ്പ് ഇളകാതിരിക്കാൻ വേണ്ടി ചാരി എടുത്താൽ മതി 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 മതി. പിന്നെ നിങ്ങൾ ഈ കുട്ടികളാണ് മാറ്റണം. വിട്ടു നിർത്തിയാൽ മതി, വിട്ടു നിർത്തിയാൽ മതി. കാരണം എന്താ വെച്ചാല് നമ്മളിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ചിലപ്പോ ഈ പാമ്പ് കേറിയിട്ട് അപ്പൊ തന്നെ റിട്ടേൺ അടിക്കും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തല പിടിക്കാൻ പറ്റൂല. ഒന്നങ്ങോട്ട് പോയതിനു ശേഷം ഇണ്ടാൻ പറ്റൂല. അവരങ്ങോട്ട് നിന്നോട്ടെ, അതിന്റെ അപ്പുറത്ത് നിന്നോട്ടെ. എന്തായാലും ഇപ്പൊ നമ്മള് കാണണ്ടെന്ന് പറഞ്ഞാലൊന്നും അവരെന്ത് ഉണ്ടാവില്ല, അടങ്ങൂല. അങ്ങളെക്കാളും ത്രില്ലാവുക പെണ്ണുങ്ങൾക്ക്. അപ്പൊ അല്ലേ നിങ്ങൾ ആ പാമ്പല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നെവറാക്കും. അവർക്ക് ഇപ്പൊ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ആ എന്താ റെഡിയായാ ഓനോ? ആ ട്രൗസർ ഇട്ടോനി നിങ്ങള് മുത്ത ഇങ്ങോട്ട് മുഖോളം ഇങ്ങോട്ട് നിർത്തിക്കോ. ആ ഗാലറി സെറ്റ് ആക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലേ നിങ്ങളെന്താ പറയാ, ആദ്യം അനക്കണ്ട് വന്നാൽ അതിന്റെ പൂച്ചുണ്ടായില്ലേ. പിന്നെ ജി ഇത്രയും വർത്തനം എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ചിരിയും കളിയൊന്നും ഉണ്ടാവില്ല. ഞമ്മക്ക് പാമ്പിനെ പിടിക്കണ സമയത്തേ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അതിനെ ശ്രദ്ധിക്കുക, നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം തന്നെ വെച്ചാലൊക്കെ എന്നിട്ട് മാറ്റി നിർത്തിയാല് സമാധാനത്തിൽ പിടിക്കാലോ മതി. പിന്നെ മക്കളെ കുറച്ച് മതി ഗ്യാപ്പ് ഇട്ടുണ്ടോ ഇവരിങ്ങനെ പുറത്തേക്ക് ചാടിയാൽ ഇവിടെ നിൽക്കൂല കേട്ടോ. ഈ ഭാഗത്ത് നിൽക്കൂല. അല്ല കേട്ടോ ഷർട്ടും പാൻ്റൊക്കെ ഉണ്ട്. ഒക്കെ ഞാൻ ചെയ്തോണ്ട് ഞാൻ പറഞ്ഞിങ്ങനെ നിങ്ങളൊന്നും ചോദിക്കരുത്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സാധനമാണ്. നമ്മളെ കുട്ടപ്പ ഇതാ അത്യാവശ്യം വെളിച്ചം. ഇതാണ് നമ്മളെ ഉണ്ണീസ്. എടാ മുത്തേ ജൊറ്റൊക്കെ വന്നായി പാമ്പ് വരുന്നുണ്ട്. ഞാനോ പറഞ്ഞ അവിടുത്തെ മാറണം മാർക്കാളി
ഒന്നും പറയണ്ട ആളാണ് ആൾ പഴകിയത് ഈ മേലെ മേലെ നോക്ക് മേലേക്ക് മേലേക്ക് നോക്ക് ഇതാ നോക്കിക്കോ ഇതാ നോക്കിക്കോ കൊണ്ടുവരി ഇത് എന്താ കൊണ്ട് അപ്പൊ എന്തെന്നായാലും സലാം കാക്കാന്റെ സ്വന്തം പാമ്പിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്തുനിന്നൊക്കെ മാറാൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടത് റിട്ടേൺ അടിച്ചത്. കാരണം ഇന്നെ കടിക്കാൻ വന്നാൽ ചിലപ്പോൾ എനിക്ക് വിട്ട് പിടിക്കേണ്ടി വരും. ഒന്നാമത് നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല പ്രസ് ചെയ്തിട്ട് പിടിക്കാൻ പറ്റൂല. അത് ഇഴയണ അത് ബാക്കിലേക്ക് വലിയണ ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരും, കൈൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെ തലച്ചോറിലേക്ക് എത്തും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആളെ വിട്ടുകൊടുത്ത് പിടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരോടും മാറാൻ പറയണത്. അപ്പോൾ ഒരു കാരണവശാലും പാമ്പിനെ പിടിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നിങ്ങൾ നിൽക്കാതിരിക്കുക. കാരണം നമ്മളെ കടിക്കാൻ വന്നാൽ ചിലപ്പോൾ ഒന്ന് വൈഡാക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കേണ്ടി വരും. ഈ ആക്കണ സമയത്താവും ചിലപ്പോൾ നിങ്ങളെ മേൽക്ക് തട്ടുക. അപ്പോൾ എന്തെന്നായാലും സലാം കാക്കാനും സ്വന്തം പാമ്പിനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ, അതായത് എനിക്കോ പാമ്പിനോ ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ നീറ്റാണ്. ചെറിയൊരു തുള്ളിക്കളിയുള്ളൂ, പക്ഷെ കടിക്കാനുള്ള തുള്ളിക്കളിയല്ല, കഴിച്ചിലാവാനുള്ളത്. പ്രായത്തിൻ്റെ പ്രശ്നം, പ്രായം ചെറിയ ആ ഒരു ടീനേജ് പ്രായമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആ തുള്ളിക്കളി. തിന്നാൻ കിട്ടിയില്ല, അല്ല തിന്നാൻ കിട്ടുന്ന ആളൊക്കെ തന്നെ. അല്ല അതല്ല തിന്ന ആളാണെന്ന് അറിയാം. എന്തെന്നായാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ഇന്നത്തെ റെസ്ക്യൂ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ നമ്മളെ ഈ റെസ്ക്യൂ ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്, ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട? ഇവിടെ ഉണ്ടിട്ട് നമ്മളെ സുന്ദരന്മാരൊക്കെ ഉണ്ട് ഇവിടെ. ഭാവിയിലെ കോഴികളാണെന്നൊക്കെ. അല്ല മുതലാളിനെ കണ്ടിക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട? ഒന്നും പറയാല്ലേ? പാമ്പിനെ കണ്ടുണ്ടിയ അപ്പച്ചിക്കാട്ടാ പാമ്പിനെ കണ്ടാ? ഇജ്ജ് ട്രൗസർ അല്ലായിരുന്നില്ല, പാൻറ്റായിരുന്നു. എല്ലാവരും ഉണ്ട് കേട്ടോ. ഒരു എന്താ പറയാ, ഒരിക്കലും പാമ്പിന്റെ അടുത്തേക്ക് പോകരുത് കേട്ടോ. പാമ്പ് കടിക്കും. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ഇവരാണിട്ടോ ആള്. ഞാൻ എല്ലാ പാമ്പിനോടും ഇവന്റെ പേര് പറഞ്ഞു. എല്ലാ പാമ്പിനോടും ഞാൻ ഈ പോവരുതിട്ടാ. നമ്മക്ക് ഇവിടെ ഇമ്പിച്ചിവാവുണ്ടോ? ആദ്യം ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. പിന്നെ നമുക്ക് ഇവിടെ ഇമ്പിച്ചിവാവുണ്ട്, പിന്നെ അൽമാസ് ഉണ്ട്, മിംസ് ഉണ്ട്, കൊടക്കല്ലൊന്നും ഇല്ല കേട്ടോ. ഇല്ല, അവിടെ വരാതിരിക്കാനൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ പരിസരം വൃത്തിയാക്കുക മാത്രം. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മള് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടല്ലോ, വേസ്റ്റ്, അത് കൊണ്ടേ ഇടും. അത് കഴിക്കാൻ എന്ത് വരും, ഈ എലി തവള പൂച്ചയൊക്കെ വരുന്ന സമയത്ത് അവരെ പിടിക്കാനാണ് ഇവര് വരുന്നത്. അപ്പൊ ഇവരിങ്ങനെ വീട് വൃത്തിയില്ലാഞ്ഞോ ഒന്നുമല്ല വരുന്നത്. ഈ സാധനങ്ങൾ തിന്നാൻ വരുമ്പോ ചിലപ്പോ തവള അല്ലെങ്കിൽ മറ്റേ പൂച്ചറ്റങ്ങൾ എലിയറ്റം മഞ്ചി നമ്മളെ പേരൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരും. അതാണ് സംഭവം. അല്ല വീട് വൃത്തിയില്ലാഞ്ഞൊന്നല്ല. എന്നാലും എന്താ പറയാ, പരിസര കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം എവിടെയായിരുന്നു, നമ്മളവിടെ തന്നെ ആ ഒരു പെട്ടിയിലില്ല, മഞ്ചന്റെ ഉള്ളിലല്ലേ ഇരുന്ന ഇതാ എവിടെയായിരുന്ന ഇപ്പൊ ഏതൊരു വീട്ടില് കഴിഞ്ഞ ദിവസം ഞാൻ വന്നിരുന്നല്ലോ, രാത്രി വന്ന് പിടിച്ചത്. അടുക്കളയിലായിരുന്നു. ആ പോട്ടെ, എവിടെയെങ്കിലും. അപ്പൊ എന്തെന്നാലും നിർത്തിയല്ലോ. എന്നാല് പറയാനില്ല, ഹായ് പറയും. മണ്ണെണ്ണ വയ്ക്കരുതില്ല, ചത്തുപോകും. അപ്പൊ ഓക്കെ, ഞാൻ പറഞ്ഞുതരാം.